നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സൗദി പ്രോ ലീഗിലെ അൽ നസറിന് പരാജയം. 1-3 ഗോളുകൾക്ക് അൽ ഖാദിസിയാണ് അവരെ പരാജയപ്പെടുത്തിയത്. പ്രോ ലീഗിലെ കിരീടം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അൽ നസറിന് തുടരൻ വിജയങ്ങൾക്കൊടുവിലുള്ള ഈ പരാജയം തിരിച്ചടിയാണ്. കാരണം അടുത്ത കളി അൽ ഹിലാൽ വിജയിക്കുകയാണെങ്കിൽ, ഇന്നത്തെ മത്സരം അൽ ഹിലാൽ വിജയിക്കുകയാണെങ്കിൽ അൽ നസറിനും അൽ ഹിലാലിനും തമ്മിൽ 2 പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അൽ നസർ വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടം വരുന്നുണ്ട്. അതായിരിക്കും ടൈറ്റിൽ ഡിസൈഡർ. സോ കടുത്ത പോരാട്ടത്തിൻ്റെ നാളുകളിലേക്ക് സൗദി പ്രോ ലീഗ് മാറുന്നു. അൽ നസറിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലാതായി മാറുന്നു. അതാണ് ഈ ഒരു കളിയുടെ റിസൾട്ടിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ദമ്മാമിൽ നടന്ന മത്സരത്തിൽ അൽ ഖാദിസിയയ്ക്ക് വേണ്ടി അൽ ഷമാത്തും അൽ ജുവൈറും കിനോൺസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അൽ നസറിൻ്റെ ഗോള് ജാവോ ഫെലിക്സ് ആണ് നേടിയത്. മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒപ്പം കിങ്സ്ലി കോമൻ, ജാവോ ഫെലിക്സ്, ഏഞ്ചലോ ഗബ്രിയേൽ എന്നിവരൊക്കെ ആദ്യ 11 ഒരുമിച്ച് അണിനിരന്നു. മറുഭാഗത്ത് അൽ സലേമും കിനോൺസും ചേർന്നുകൊണ്ടാണ് അൽ ഖാദിസിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 24-ാമത്തെ മിനിറ്റിൽ തന്നെ അൽ ഷമാത്തിലൂടെ അൽ ഖാദിസിയ ലീഡെടുത്തിരുന്നു. എന്നാൽ 39-ാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിലൂടെ അൽ നസർ ഒപ്പം പിടിച്ചു. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. മത്സരം അൽ ഖാദിസിയെ പിടിച്ചത്. ഇരു ടീമും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചകളായിരുന്നെങ്കിലും ഗോളുകൾ അൽ ഖാദിസിയെ നേടുന്നതാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. 55-ാമത്തെ മിനിറ്റിൽ അൽ ജുവൈറിലൂടെ അൽ ഖാദിസിയെ ലീഡെടുക്കുന്നു. 78-ാമത്തെ മിനിറ്റിലെ കിനോൺസിൻ്റെ ഗോൾ കൂടി വന്നതോടെ 3-1 വിജയത്തിലേക്ക് അൽ ഖാദിസിയ കടന്നുപോയി. ഏതായാലും സൗദിയിലേക്ക് എത്തിയതിന് ശേഷം 2023 ക്രിസ്ത്യാനോ സൗദിയിലെത്തുന്നത്. അതിനുശേഷം ഇതുവരെ പ്രോ ലീഗിൽ കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല. നിലവിൽ 1-ാം സ്ഥാനത്താണ്. സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഈ തോൽവി കിരീടത്തിലേക്കുള്ള മുന്നേറ്റത്തിലെ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അൽ നസർ ആരാധകർക്കുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.